എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ചേർക്കാത്തൊരു സ്നാക്സുമാണ്. കുറഞ്ഞ ടൈമിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 250 ml ഒരു കപ്പ് വെള്ളമാണ്. അത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. കട്ട തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് 250 ml 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് കൊണ്ടും ഈ സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഞാനിവിടെ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്നിവയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഇത് ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ്. 1 കപ്പ് മൈദയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ മതിയാകും കേട്ടോ. ഇതിവിടെ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണേ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം കൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഞാനിവിടെ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല നൈസായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ടുള്ളത് 3 പച്ചമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 3 പുഴുങ്ങിയ മുട്ടയും വേണം കേട്ടോ. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കളർ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ കളർ ഒറ്റിച്ച് കൊടുക്കുക. ഫുഡ് കളർ എടുത്താൽ മതി, എന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 30 മിനിറ്റ് ആവും. നിങ്ങൾക്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ സാധാ പോലെ തന്നെ മതി. ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളുകളായിട്ട് നമുക്ക് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ബോളുകളായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. യെല്ലോ കളറോ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കളർ വേണ്ട എന്നുണ്ടെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് തന്നെയായിരിക്കും. അത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ ഇതുപോലൊരു ചോപ്പർ എടുത്തിട്ട് മുട്ടയെല്ലാം ഇതുപോലെ ചുരണ്ടിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നല്ലോണം ചെറുതായിട്ട് കിട്ടും കേട്ടോ. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് നൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിനുശേഷം നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ വഴഞ്ഞ് കിട്ടും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എത്ര സവാളയാണോ എടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചോപ്പറിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ടിത് മിക്സാക്കിയതിന് ശേഷം കൂടെ തന്നെ കറിവേപ്പിലയെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം.
ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഹോൾസ് ഉള്ള പാത്രമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി റോള് കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. അത് ചുറ്റിലുമായിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് കട്ടി കുറയണ്ട കേട്ടോ, കുറേശ്ശേക്കൊരു കട്ടി ഉണ്ടായിട്ടാവണം ഈ സ്നാക്സ്. നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്, ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുള്ള ആ ഫില്ലിങ്ങാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങില്ലേ, ഇനി നമ്മൾക്ക് പത്രിയുടെ മുകളിലായിട്ട് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. നമ്മളുടെ ഉരുളകളുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾക്ക് ഫില്ലിങ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ പതുക്കെ ഇങ്ങോട്ട് മേലോട്ട് ഇതുപോലെ പിടിക്കുക. ഇതുപോലെ മേലോട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് മെല്ലെ അങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇതുപോലെ കിട്ടും കേട്ടോ. നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടും. കാണാനും തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്നാക്സാണിത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കാണ്ട് നമ്മൾ ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നല്ലൊരു ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പൊടിയൊന്നും തൂവേണ്ട കേട്ടോ, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് വളരെ കുറഞ്ഞ ടൈമിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ 4 മണി ടൈമിലൊക്കെ ചായൻ്റെ കൂടെയൊക്കെ സ്നാക്സായിട്ട് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഇഷ്ടമായിരിക്കും. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാൻ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സുമാണ്. ഇനി നിങ്ങൾക്ക് മുട്ട തന്നെ ഫില്ലിങ് ചെയ്യണം എന്നില്ല കേട്ടോ. വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ്റെ ഫില്ലിങ് ചെയ്യാം, ബീഫിൻ്റെ ചെയ്യാം. ഏത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുപോലെ ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് ഓയിൽ തൂവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇനി എല്ലാം ഓരോന്നോരോന്നായിട്ട് പരസ്പരം തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കണേ. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് മതിയാകും ഇത് വേവിച്ചെടുക്കാനായിട്ട്. കൂടുതൽ സമയം വെക്കണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു കിഡു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. വ്യത്യസ്തമായ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.